പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരാനിരിക്കുന്നു. അതിനു മുമ്പ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്വലാത്തുകൾ നമുക്കൊരുപാട് അറിയാം. അതിൽപ്പെട്ട ഒരു സ്വലാത്ത്, ചെറിയൊരു സ്വലാത്ത്, സ്വലാത്തു തിബ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സ്വലാത്തു തിബ് അത് ചൊല്ലേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്, അത് ചൊല്ലിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മളിലേക്ക് വരുമ്പോൾ ഒരുപാട് ദിക്റുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് അദ്കാറുകളും നമ്മൾ പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്ന, ദുന്യവിയും ഉഖറവിയുമായ 10 പ്രതിഫലങ്ങൾ കിട്ടുന്ന സ്വലാത്തു തിബ് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ബിസിനസ് എല്ലാത്തിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഉള്ളത്. നാളെ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നു. ഇനി ഏകദേശം ഒരു വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അൽഹംദുലില്ലാഹ്, ആ റബീഉൽ അവ്വലിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും മൗലിദുകളും നമുക്ക് പറയേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ മാസം അൽഹംദുലില്ലാഹ് കടന്നു വരികയാണ്. നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിൽ നബിദിനത്തിൻ്റെ പരിപാടിക്ക് പാട്ട്, പ്രസംഗം, അതുപോലെ സംഭാഷണം, ഖുർആൻ പാരായണം, ബാങ്ക് വിളി, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഹേഴ്സൽ ഇപ്പോൾ മദ്രസകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, നല്ല പ്രസംഗങ്ങൾ പറയിപ്പിക്കുക. നമ്മുടെ മക്കൾ ഈ ഒരു അവസരത്തിൽ പറയുന്ന പ്രസംഗങ്ങൾ, പാട്ടുകളൊക്കെ അതൊക്കെ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് വളരെ ഉപകാരപ്പെടും. നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് ഈ ഓരോ സ്വലാത്തുകൾ പറയിപ്പിക്കുന്നതും അതുപോലെ ഈ പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നത് അത് വേറൊരു പാട്ടല്ല. ആ പാട്ടുകൾ നബിതങ്ങളെ പറ്റി പാട്ട് പാടുമ്പോൾ അതൊക്കെ അവരുടെ മനസ്സിൽ തറക്കുക. ഇത് ആരാണ് നബി? മദീനയെ പറ്റി പാട്ട് പാടുമ്പോൾ എനിക്കും ആ മദീനയെ ഒന്ന് കാണണമല്ലോ. ഇത്രമാത്രം കുട്ടികളൊക്കെ ആവേശത്തോടു കൂടി പാടുന്ന ഈ പാട്ടുകളൊക്കെ അത് ഉണ്ടാവാൻ കാരണം നബിതങ്ങളാണ്. അപ്പോൾ നബിയെ എങ്ങനെയാണ്, നബിതങ്ങളുടെ വീടെങ്ങനെയാണ്, നബിതങ്ങൾ വഫാത്തായിരിക്കുന്ന ആ മദീനയൊന്ന് കാണണം. അങ്ങനെ ആ ഒരു ചിന്ത നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വരാൻ വളരെയധികം സഹായകരമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക. അവരൊക്കെ നല്ല പ്രഭാഷകന്മാരാവണം, നല്ല ദീനിൻ്റെ ദായികളാവണം, നല്ല മദ്ഹ് ഗാനങ്ങൾ പാടുന്നവരാവണം, നല്ലതുപോലെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവണം, നല്ല മക്കളാവണം. അതിനൊക്കെ വലിയ സഹായകരമാണ് ഈ വരുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ നടത്തുന്ന നബിദിനത്തിൻ്റെ പരിപാടികളൊക്കെ. അതൊക്കെ വരെ ഒരു ആഭാസമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേക്കൊന്നും പോവാതെ നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ കൊണ്ട് നല്ല പാട്ടുകൾ, നല്ല പ്രസംഗങ്ങളൊക്കെ പഠിപ്പിക്കുക. അത് വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മദ്രസകളിലെ ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നല്ല വിപുലമായിട്ട് തന്നെ പല മദ്രസകളിലുമൊക്കെ പരിപാടികൾ നടത്തുകയാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ എല്ലാവിധത്തിലുള്ള ഖൈറുകളും ബറക്കത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മുത്തുനബിയോടുള്ള സ്നേഹവും ഇഷ്ടവും നമുക്ക് വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്വതക്കകൾ കൊടുക്കുക, ഒരുപാട് ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക. സ്വലാത്തുകളുടെ ഒരു ആരവം തന്നെ നമ്മൾ ഈ വ്യാഴാഴ്ച ഈ ഒരു സമയം മുതൽ തുടങ്ങുകയാണ്. സ്വലാത്തുകൾ ഒരുപാട് നമുക്ക് ചൊല്ലാൻ പറ്റിയ വലിയ ശ്രേഷ്ഠതയുള്ള സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഇന്ന് നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു സ്വലാത്ത്, തിബ്ബു സ്വലാത്ത്. നമ്മൾക്കറിയാമല്ലോ, നമുക്കൊക്കെ ഒരുപാട് രഹസ്യമായ രോഗങ്ങളുണ്ട്. ഒരുപാട് രഹസ്യമായ രോഗങ്ങളുണ്ട്, പരസ്യമായ രോഗങ്ങളുണ്ട്, നമ്മൾ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത രോഗങ്ങളുണ്ട്. മാനസികമായ രോഗങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾ, കുട്ടികൾക്ക് ഇങ്ങനെ രോഗങ്ങൾ മാറി മാറി വരുന്നു. അങ്ങനെ പല അസ്വസ്ഥതകളുള്ള പല ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും നമുക്കിടയിലുണ്ട്.
ഇവിടെ എല്ലാത്തരം രോഗങ്ങൾക്കുള്ള ഷിഫാഇന് പറ്റിയ ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ സ്വലാത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ആ സ്വലാത്തിൻ്റെ പേര് തിബ്ബുസ്വലാത്ത് എന്നാണ്. തിബ്ബുസ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര്. ഇവിടെ ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ എണ്ണം പറയുന്നത് ഒന്നുകിൽ 400 പ്രാവശ്യമോ അല്ലെങ്കിൽ 2000 പ്രാവശ്യമോ ആണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നൊരു ഒരു എണ്ണം പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഈ സ്വലാത്ത് പറയാവുന്നതാണ്. നമുക്ക് 1 പ്രാവശ്യമാണ് പറയാൻ പറ്റുന്നതെങ്കിൽ 1 പ്രാവശ്യം പറയുക, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, എത്രയും കൂടുതൽ പറയാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ ഈ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുമെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ്. അതോടൊപ്പം 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു രോഗങ്ങൾ ഉണ്ടായാൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ഈ ഒരു സ്വലാത്ത് 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ പറഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഊതുക. ഇഷ്ഫി, അതായത് ഹൂ എന്ന് പറഞ്ഞ ഊതലല്ല വേണ്ടത്. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഹൂ എന്ന് പറഞ്ഞ ഊതലല്ല അവിടെ. ഇഷ്ഫി, അതായത് അള്ളാഹുവേ നീ ഷിഫാ നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പല ആളുകളും അതിനെ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇഷ്ഫി എന്നാണ്. അപ്പോൾ ആ ഷിഫാ നീ ഇതിൽ നൽകണേ എന്നാണ്. ഞാൻ ചൊല്ലിയിട്ടുള്ള ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഇതിൽ നീ ഷിഫാ നൽകണേ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുകയോ അത് കുറച്ചെടുത്ത് മുഖത്ത് പുരട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും വലിയ കാവലാണ്, എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള കാവലാണ് ഈ സ്വലാത്തു തിബ്ബ് എന്നുള്ളത്. നമുക്കിനി പരിശോധിക്കാം എന്താണ് ആ സ്വലാത്തു തിബ്ബ്, അതിൻ്റെ അർത്ഥം എങ്ങനെ, അതെങ്ങനെ പാരായണം ചെയ്യാൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ. ചില സ്ഥലങ്ങളിൽ വഖൂത്തിൽ അർവാഹി വഗദാഇഹ എന്നും പറയാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ അതില്ലാതെയാണ് പറയുന്നത്. വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ എല്ലാ വിധത്തിലുള്ള ഗുണവും രക്ഷയും സമാധാനവും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. എങ്ങനെയുള്ള മുത്തുനബിയാണ്? തിബ്ബിൽ ഖുലൂബ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സ നടത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണവും രക്ഷയും കൊടുക്കണേ. വദവാഇഹ, ആ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുക്കുന്ന മരുന്നായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചൊരിയണേ അല്ലാ. വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വആഫിയത്തിൽ അബ്ദാൻ, അല്ലാഹുവേ ശരീരത്തെ ബാധിക്കുന്ന ശാരീരികമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെ മുഴുവനും സുഖപ്പെടുത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ, ആ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ആ അസുഖങ്ങൾക്കുള്ള ശിഫയാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. വനൂരിൽ അബ്സാർ, നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളിയാഇഹ, ആ കണ്ണുകൾക്ക് പ്രകാശമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഗുണവും രക്ഷയും നീ കൊടുക്കണേ അല്ലാ. വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുജന്മാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ തിബ്ബ് സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം.
ഇനി ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ കഴിയുന്നത് പോലെ, അതുപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 1 പ്രാവശ്യം 3 പ്രാവശ്യം അല്ലെങ്കിൽ കഴിയുന്നത് പോലെ ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ ഒന്നാമതായി അവനിക്ക് കിട്ടുന്നത് അവൻ്റെ ഹൃദയം പ്രകാശിക്കുമെന്നാണ്. ഹൃദയത്തിൽ ഒരുപാട് പാപങ്ങളുടെ കറകളുണ്ട്. ഒരു പാപം ചെയ്യുമ്പോൾ ആ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ്. ആ കറുത്ത പുള്ളികളൊക്കെ മായ്ച്ച് കളഞ്ഞ് ഹൃദയം പ്രകാശിക്കും ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ. മാത്രമല്ല രണ്ടാമത്തേത് പർവ്വത സമാനമായ ഏതെല്ലാം പാപങ്ങളുണ്ടോ ഏതെല്ലാം പാപങ്ങളുണ്ടോ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു നൽകുമെന്നാണ്. 1 പ്രാവശ്യം ഒരു സ്വലാത്ത് ഇത് പറഞ്ഞാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്ന് വരെ പറഞ്ഞ ഉലമാക്കളുണ്ട്. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ കിട്ടും. നമുക്ക് അള്ളാഹിൻ്റെ കരുണയുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കൂ. അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടും. നാലാമതായി നമ്മുടെ പദവികൾ, ദറജകൾ അള്ളാഹു ഉയർത്തും. അത് ദുനിയാവിലെ ദറജയാവാം, ആഖിറത്തിലെ ദറജയാവാം, പദവികൾ അള്ളാഹു ഉയർത്തുമെന്നാണ്. പിന്നെയോ അഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് നമുക്ക് കിട്ടുമെന്നാണ്. ഷഫാഅത്ത് കിട്ടും. നമുക്ക് നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്, അതൊക്കെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇഖ്ലാസ് കുറവാണ്, തഖ്വ കുറവാണ്, അതുപോലെ തന്നെ അതിൽ നിഷ്കളങ്കതയൊക്കെ കുറവാണ്. പല കാര്യങ്ങളും ചിന്തിച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം, മുത്തുനബി തങ്ങളുടെ ഷഫാഅത്ത് വേണം. അതൊക്കെ ഈ സലാത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ആറാമത്തേതോ കണ്ണേർ സിഹിറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുന്നതാണ്. ഏഴാമത്തേതോ മലക്കുകൾ കാവൽ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. എട്ടാമത്തേതോ നമ്മുടെ ഈമാൻ സലാമത്താകും. നല്ല മരണം അല്ലാഹു തആല ഈ സ്വലാത്ത് പറയുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കുമെന്നാണ്. ആ ഗണത്തിൽ പെടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ ഒമ്പതാമത്തേത് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കും. അത് ദുനിയാവിൻ്റെ മുറാദുകളാവട്ടെ, ആഖിറത്തിൻ്റെ മുറാദുകളാവട്ടെ, എല്ലാം അല്ലാഹു തആല നമുക്ക് നിറവേറ്റി നൽകും. പത്താമത്തേതോ നരകത്തിൽ നിന്നും, ഖബറിൻ്റെ അദാബിൽ നിന്നും, പരലോകത്തിൻ്റെ വിചാരണയെ തൊട്ടും അല്ലാഹു തആല കാക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു. ഇന്ന് രാവിലാണ് നമ്മളുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി പെരുമാറുക, ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുക. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ് ഈ ഒരു സഫർ മാസവും വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസവും. അതുകൊണ്ട് ഈ തിബ്ബ് സ്വലാത്ത് അത് പതിവാക്കുക, അത് മനഃപ്പാഠമാക്കുക, നമ്മളെ മക്കളെ കൊണ്ടത് പഠിപ്പിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊന്നും ആരും മറന്നു പോവണ്ട. നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാണ്. അതുകൊണ്ട് സുന്നത്തുകളൊക്കെ എടുക്കുക, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.